ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതുപോലൊരു മനുഷ്യൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവിടത്തെ പിടികൂടുവാൻ വന്ന ഭടന്മാരുടെ ഈ സാക്ഷ്യം വചനത്തിന്റെ ശക്തിയായാണ് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് തർക്കങ്ങൾ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയുണ്ടാക്കി. ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും അന്ധതയിൽ മുറിച്ച് വചനത്തോടുള്ള തുറന്ന സമീപമാണ് സത്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. ഗലീലയിൽ നിന്ന് പ്രവാചകൻ വരുമോ എന്ന ഫരിസേയരുടെ ചോദ്യം അവരുടെ മുൻവിധികളിൽ പ്രതിഫലനമാണ്. നിക്കോദെമോസ് നിയമത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ടെങ്കിലും അധികാരം അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കിയിരുന്നു. അറിവുണ്ട് എന്ന് അവകാശപ്പെടുന്നവർ അന്ധതയിലേക്ക് നീങ്ങുമ്പോൾ എളിയവർ സത്യത്തെ തിരിച്ചറിയുന്നു. വചനം കേൾക്കുക എന്നതിനേക്കാൾ ഉപരിയായി വചനത്തിന് കീഴ്പ്പെടുക എന്നതാണ് പ്രധാനം. നമ്മുടെ ജീവിതം ആരുടെ പക്ഷത്താണ് എന്നതാകട്ടെ ഇന്നത്തെ ചിന്ത. മുൻവിധികളില്ലാത്ത സത്യത്തെ സ്വീകരിക്കാൻ വചനത്തിന്റെ ശക്തി നമുക്ക് മുൻപിൽ വെളിപ്പെടട്ടെ. വചനമാകുന്ന അപ്പം നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കട്ടെ.